ഹായ് ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ തൃപ്രയാർ ബസ്സിൽ കയറിയാണ് അടുത്ത യാത്ര. നമ്മൾ പോകുന്നത് ശ്രീ വരാഹി ദേവി ക്ഷേത്രത്തിലേക്കാണ്. അപ്പം അതിൻ്റെ കറക്റ്റ് സ്ഥലമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ചോദിച്ചാണ് പോയത്. ഇപ്പം നമുക്ക് സ്ഥലമൊക്കെ അറിയാം. അപ്പം തൃപ്രയാർ അന്തിക്കാട് എന്നുള്ള ആ ഒരു സ്ഥലത്തിനടുത്താണ് ഈ ഒരു മഹാവരാഹി ദേവി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് തൃപ്രയാറിൽ നിന്നും കറക്റ്റ് ബസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പെരിങ്ങോട്ടുകര എന്നുള്ളൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണ് കേട്ടോ ചെയ്തത്. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് 12 മണി വരെ തുറന്നിരിക്കുമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പം അതിൻ്റെ പേരിലാണ് ഞങ്ങൾ പെരിങ്ങോട്ട് കരയിൽ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് പോയത് കേട്ടോ. അപ്പം റോഡ് ഇച്ചിരി മോശമായിരുന്നു. കാരണം റോഡിൻ്റെ പണിയെല്ലാം നടക്കുന്നത് കൊണ്ട് റോഡ് ഇച്ചിരി മോശമായിരുന്നു. എങ്കിലും കേരളത്തിലെ ഏക ശ്രീ വരാഹി ദേവി ക്ഷേത്രമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം ഇത് വന്ന് നമ്മൾ ആ പെരിങ്ങോട്ട് കരയിൽ നിന്ന് നമ്മൾ അന്തിക്കാട് റൂട്ടാണ്. വള്ളൂർ ആലും താഴത്ത് ശ്രീ വരാഹി ദേവി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അന്തിക്കാടിനടുത്ത ഉള്ള ഒരു സ്റ്റോപ്പിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. വളരെ ചെറിയ വഴിയാണ് കേട്ടോ. തനി ഗ്രാമപ്രദേശമാണ്. രണ്ട് വശത്തും വയലുകളും തെങ്ങിൻതോപ്പുകളും അല്ലെങ്കിൽ അങ്ങനെ വീടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ്, അകത്തൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ വളരെ ഇച്ചിരി പരിതാപകരമായിരുന്നു കേട്ടോ. നല്ല കുടുങ്ങിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പാടത്തിൻ്റെ അരികിലാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഇച്ചിരി മഴയൊക്കെ ഉള്ളൊരു സമയത്ത് ഈ പാടത്തിൽ വെള്ളം കയറുകയും ഈ ക്ഷേത്രത്തിൽ വെള്ളം കയറുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടമൊക്കെ വരാറുണ്ട് കേട്ടോ. വളരെ യാദൃച്ഛികമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണുകയും ഞങ്ങൾക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം വരികയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം ഗുരുവായൂർ പോകുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു വിചാരം. പക്ഷേ ഞങ്ങൾക്കൊരു ഇച്ചിരി സമയം എടുത്തു കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾക്ക് ബസ്സിൽ തൃപ്രയാർ വരെ വരേണ്ടി വന്നു കേട്ടോ ഗുരുവായൂരിൽ നിന്ന്. എന്നിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. ഇതാണ് ക്ഷേത്രം. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് നട അടച്ചിരുന്നു കേട്ടോ. 9 മണി വരെ നട ഉള്ളൂ. അപ്പോൾ 9 മണിക്ക് നട അടയ്ക്കും, രാവിലെ തുറക്കും. അപ്പോൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ച് വഴിപാടുകൾ ചെയ്താലും അത് ആ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് അച്ചട്ടായി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്ന് പറഞ്ഞാൽ കലപ്പ സമർപ്പണമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഭൂമി സമർപ്പണം അഥവാ മണ്ണ് സമർപ്പണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ അപ്പം നമ്മുടെ ഭൂമിയിലെ കുറച്ച് മണ്ണ് നല്ലതുപോലെ വൃത്തിയാക്കി ഇവിടെ സമർപ്പിക്കുക. അപ്പം അതാണ് ആ ഒരു പൂജ എന്ന് പറയുന്നത്. കലപ്പ സമർപ്പണം എന്ന് പറഞ്ഞാൽ കലപ്പയുടെ ഒരു രൂപം ഇവിടെ അത് മേടിക്കാനായിട്ട് കിട്ടും. അത് നമ്മൾ സമർപ്പിക്കുക, നമ്മുടെ കാര്യം പറഞ്ഞ് സമർപ്പിക്കുക. അപ്പം ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് പറയുന്നത് കേട്ടോ. അപ്പം വളരെ ഇച്ചിരി വലിയൊരു അമ്പലമാണ്. വളരെ വൃത്തിയിലും കാര്യത്തിലും ഒക്കെയാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതിന് ഉപദേവതകളും ഒക്കെ ആയിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. തുലാഭാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. കോവിലിനകത്തേക്ക് ഒരാലും ആ ആലിനകത്താണ് വിഗ്രഹവും കേട്ടോ. അപ്പം അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ വിഗ്രഹം ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടെ എന്നും രാവിലെയും വൈകിട്ടും പൂജകൾക്ക് ശേഷം കഞ്ഞിയും കടലയും അഥവാ കഞ്ഞിയും പുഴുക്കും അല്ലെങ്കിൽ കഞ്ഞിയും പയറും അങ്ങനെ എന്തെങ്കിലും ആഹാരം എല്ലാവർക്കുമായിട്ട് കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല പഞ്ചമി പൂജയുടെ അന്ന് ഇവിടെ നല്ല സദ്യ അന്നദാനം പോലെ തന്നെ എല്ലാ 100 പേർക്കുള്ള ആഹാരവും ഇവിടെ കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ക്ഷേത്രം അടച്ചു എന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും വളരെ താമസിക്കാതെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ അതിരാവിലെ വരാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം കേട്ടോ. അപ്പം അത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.